ഏ താൻ എങ്ങോട്ടാ ഓടുന്നത്? കാട്ടുപോത്തുകൾ വരുന്നു. ദ്രോഹി, എന്നെ അഴിച്ചു വിട്ടിട്ട് ഓടടേ. എന്റെ കാട്ടുപോത്തപ്പാ. ഛീ, മാറടാ വഴിന്ന്. ഇപ്പൊ തട്ടി വീണേനെ, നാശം. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്റെ നടുവ് വളഞ്ഞൊടിയാറായേ. ഇവിടെങ്ങും ആരുമില്ലേ. പോയി. പെട്ടെന്ന് എൻ്റെ അമ്മേ, ഇങ്ങേര് എവിടുന്ന് വരുന്നു? ഹുഷ്, അമ്മോ, ഞാൻ നടുപിടിച്ച് വീഴാൻ പോണേ. ഞാനും. നമസ്കാരം. തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ, മനസ്സിലായി. പണ്ട് ഡ്രാക്കുളയെ പിടിക്കാൻ വന്നപ്പോഴാ പരിചയപ്പെട്ടത്. ഇപ്പോഴാ ശ്രദ്ധിച്ചത്. തൻ്റെ തലയിൽ നിന്ന് കാലിലേക്ക് എന്തിനായി കണക്ഷൻ കൊടുത്തിരിക്കുന്നത്? ഞാൻ വലിച്ചു കെട്ടിയ വില്ല് പോലുണ്ട്. കുറുക്കേന്ദ്ര വിളങ്ങുന്നു വില്ലിനെ പോലെ നിന്നടു. എൻ്റെ ബോസ് യോഗാസനം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചില പോസ് കണ്ടിട്ടുള്ളത്. ഇതെന്താ സാധനം? വില്ലാസനമോ? ഏതായാലും ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ തൻ്റെ കാലും തലയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കേബിൾ ഞാൻ കട്ട് ചെയ്ത് തരാം. ഹാവ്, തക്ക സമയത്ത് ഞാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയില്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴും രവിവർമ്മ ചിത്രം പോലെ തൂങ്ങിക്കിടന്നേനെ. ഓ സോറി, ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? ഒരു വലിയ തുമ്പിയാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനും എൻ്റെ ബോസും കൂടി ഓടിച്ചിരുന്ന ഹെലികോപ്റ്ററിൽ ഒരു കുട്ടിച്ചാത്തൻ വന്നിടിച്ചു. ഞങ്ങൾ താഴേക്ക് ചാടി. തലയ്ക്കകത്ത് വായുവായതുകൊണ്ട് ബോസ് ഇങ്ങ് എത്തിയിട്ടില്ല എന്ന് മാത്രം. അത് ശരി, ഒന്നും മിണ്ടാതെ പോവുകയാണോ? നേന്ത്രപ്പഴം പോലെ പിന്നോട്ടൊരു വളമുണ്ടല്ലോ. അത് പതുക്കെ ശരിയായിക്കോളും. പോയി. കാട്ടുകുറുക്കനോട് ഡിറ്റക്റ്റീവ് കഥ പറഞ്ഞിട്ട് എന്തിനാ? ബോസ് ഇങ്ങ് എത്തിയില്ലല്ലോ. വല്ല പുഴയിലും ചെന്ന് ചാടിയോ? നല്ല പൊരിച്ച കാട്ടുകോഴിയെ കാട്ടിലെങ്ങാനും കിട്ടുമോ എന്ന് ആ കുറുക്കച്ചാരോട് ചോദിക്കാമായിരുന്നു. അപ്പുറത്തെന്താ ഒരനക്കം? വഹാം കോനെ. ഹമ്പടാ, ഹെലികോപ്റ്ററിൽ വന്നിടിച്ച കുട്ടിച്ചാത്തനല്ലേ അത്? അയ്യോ, അത് ഞാനല്ലേ. എടാ ശൈത്താനെ, പറ്റിക്കാൻ നോക്കണ്ട. നിന്റെ ഈ കളറ് ഞാൻ മാനത്ത് വെച്ചേ കണ്ടതാ. ഇവനും പോണു. കലത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ട് പോ. ബിരിയാണിയാണെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഫൂൾ. പുഴക്കരയിൽ ഇന്ന് കാലത്താ. വേഗം വാ. അതാരാ? അത് മൗഗ്ലിയും ബഗീരനുമായിരുന്നു. ശ്വാസം മുട്ടി ചത്തതാണെന്നാ തോന്നുന്നത്. ഏതായാലും പോയി നോക്കാം. വാ. ചത്തോ? ആര്? എന്തോ തുമ്പ് മണക്കുന്നല്ലോ. ഇവന്മാരെ പിന്തുടരാം. ഇന്ന് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ട്. മൗഗ്ലിയും ബഗീരനെയും തുമ്പൻ പിന്തുടർന്നു. താമസിയാതെ. ഹോ, എങ്ങനെയാണിത് സംഭവിച്ചത്? ആവോ, അറിയില്ല. അത് കണ്ടോ? മുതലയുടെ വായിൽ എന്തോ തിളങ്ങുന്നു. മൗഗ്ലി പതുക്കെ മുതലയുടെ വായ് തുറന്നു നോക്കി. അത് ഫറാവോയുടെ രാജമുദ്രയായിരുന്നു. അതേസമയം വരുന്നുണ്ട്. എന്താടാ വൈകിയത്? ഒന്നും പറയണ്ട, ചെറിയൊരു ആക്സിഡന്റ്. പോരുന്ന വഴിക്ക് ഒരു ഹെലികോപ്റ്ററിൽ ചെന്ന് ഇടിച്ചു. എലി? എവിടെ ചെന്ന് ഇടിച്ചെന്ന്? എലിയല്ല മുമ്മേ, ഹെലികോപ്റ്റർ. എൻ്റെ അമ്മേ, എന്നിട്ട്? അകത്ത് 2 പേരുണ്ടായിരുന്നു. പണ്ട് നമ്മൾ കണ്ട മൊട്ടത്തലേനും പട്ടിയും. രണ്ടും താഴേക്ക് ചാടി. ആളില്ലാത്ത ഹെലികോപ്റ്റർ നേരെ പോയി പുഴയിൽ ചെന്ന് വീണു. എന്നിട്ട് അവന്മാർക്ക് എന്ത് പറ്റി? ആ പട്ടി കൂളായി എണീറ്റ് നടക്കുന്നുണ്ട്. മൊട്ടത്തലേനെ ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ. പാമ്പൻകല് കിട്ടിയല്ലോ, അത് മതി. എന്താ ഇതിന്റെ സൂത്രമെന്ന് പറഞ്ഞില്ലല്ലോ കുട്ടൂസ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. എന്തെങ്കിലും ലോഹകഷ്ണം ഇതിനകത്തിട്ടാൽ അത് പാമ്പായി പുറത്തു വരും. അത് കൊള്ളാമല്ലോ. എന്നാ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? അതിന് എന്തെങ്കിലും ലോഹം വേണം. അമ്മൂമ്മയ്ക്ക് കമ്മലോ മാലയോ വല്ലെങ്കിലും ഉണ്ടെങ്കിൽ എടു. പിന്നെ കമ്മലിടാൻ പറ്റിയ പ്രായം. നമുക്ക് ഈ കുട്ടിച്ചാത്തൻ്റെ കുന്തമെടുത്തിട്ടാലോ? ഫസ്റ്റ്. പിന്നെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്. നോക്കി നിൽക്കാതെ എന്തെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വാടാ കുട്ടിച്ചേർത്താനെ. തള്ളയുടെ ഒരു ധൃതി. ഈ കാട്ടിൽ എവിടെ കിട്ടാനാ ലോഹം? അതെന്താ താഴെ? ലുട്ടാപ്പി താഴെ ഇറങ്ങി. അപ്പോൾ മറ്റൊരിടത്ത്. അല്ല, എവിടെയായിരുന്നു ഇത്ര നേരം? മാനത്ത് നിന്ന് ഇപ്പോഴിങ്ങ് എത്തിയേ ഉള്ളോ? ചാട്ടത്തിൽ നിന്ന് പിഴച്ചുപോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തത് എന്തടോ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. അതാര് പറഞ്ഞു? ഓസ്ട്രേലിയയിലെ കങ്കാരുവോ? കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയാ. ചാടുമ്പോൾ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് സാരം. അതത്ര സാരമില്ല. ഒരു ഡിറ്റക്റ്റീവിന് എന്തിനാ തുള്ളൽ കഥ? തെണ്ടുൽക്കർക്ക് എന്തിനാ ചെണ്ടകൊട്ട്?
6000 അടി ഉയരത്തിൽ നിന്ന് 6 ഇഞ്ച് സ്ഥലത്തെ അടയാളത്തിലേക്ക് കൃത്യമായി ചാടുന്നവനാണ് യഥാർത്ഥ ഡിറ്റക്റ്റീവ്. 6 ഇഞ്ച് സ്ഥലത്ത് 6 കിലോ ചിക്കൻ വെച്ച് നോക്കിയാട്ടെ, കൃത്യമായിട്ട് ചാടി കാണിക്കാം. അതുപോട്ടെ, നാട്ടിലെത്തിയാൽ ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാമെങ്കിൽ ഒരു തകർപ്പൻ തുമ്പ് തരാം. 4 നേരം വെച്ച് ഒരാഴ്ച വാങ്ങിത്തരാം. എവിടെ തുമ്പ്? വാഗ്ദാനം തരുമ്പോഴും പുളി പറയുമ്പോഴും ഇച്ചിരി കൂടി മയം വേണം. ഒരാഴ്ചയൊന്നും വേണ്ട, ഒറ്റ ദിവസം മതി. സംഗതി ഇതാണ്. പണ്ടേതോ ഈജിപ്ഷ്യൻ പുസ്തകത്തിൽ കണ്ടിട്ടുള്ള ഒരു സാധനം കണ്ടു കിട്ടിയിരിക്കുന്നു, ഒരു മുതലയുടെ വായിൽ നിന്ന്. എന്നിട്ട് സാധനം കഹാ ഹേ? മുതല കഹാ ഹേ? രണ്ടും കയ്യിലില്ല. മുതല ക്ലോസായി. സാധനം വേറൊരു കൂട്ടർ കൊണ്ടുപോയി. ഷോ, വിഡ്ഢിത്തം തന്നെ അമൃതം, വിഡ്ഢിത്തം തന്നെ ജീവിതം. കവിത ചൊല്ലി നിരാശപ്പെടണ്ട. എന്തുകൊണ്ട് അവരെ പിന്തുടർന്നില്ല എന്നല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ വാക്കുകൊണ്ടല്ല, മൂക്കുകൊണ്ട് മറുപടി തരാം. മണം പിടിക്കുന്ന എൻ്റെ പിന്നാലെ വന്നാട്ടെ, ഇഹാ എന്ന് കാറരുത്. ആനയും മറ്റും പേടിക്കും. മറ്റൊരിടത്ത്, താൻ പിന്നെ വന്നിരിപ്പാണോ? ഈ ഇടയായിട്ട് വൈദ്യരെപ്പോഴും യാത്രയാണല്ലോ, ഇരുന്നിരുന്ന് മടുത്തു. ആ വയസ്സ് മുതലേ നോക്കാൻ പോയതാ, അങ്ങേരിന്ന് രാവിലെ ചത്തുപോയി. ഞാനും ചാവാനാ സാധ്യത. വ്യായാമം, മരുന്ന് ഒക്കെ നോക്കി. വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല. ഇതെന്താ കഴുത്തിലൊരു കെട്ട്? വ്യായാമം എളുപ്പമാക്കാൻ ചെയ്തതാ, ഇപ്പോൾ അഴിക്കാൻ പറ്റുന്നില്ല. വേദന മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരുന്ന് കുറെ കൂടി കഴിക്കണം. എന്താ ഒരു ശബ്ദം? അയ്യോ, മലയിൽ നിന്ന് കല്ലുരുണ്ടു വരുന്നതാ. ചതിച്ചോ, ഇങ്ങോട്ടാ വരുന്നത്. എൻ്റെ കാട്ടുമുത്തപ്പാ. കഴിഞ്ഞ തവണ മരക്കൊമ്പ്, ഇത്തവണ മരം. ഹാവ്, എനിക്ക് മതിയായേ. എൻ്റെ ബലമായ സംശയം വൈദ്യർക്ക് എന്തോ കഷ്ടകാലമാണെന്ന്. കൃത്യസമയത്ത് ഞാനിവിടെ എത്തുന്നത് എൻ്റെ കഷ്ടകാലം. വേഗം മരുന്നതാ. ഇനി ഇവിടെ ഞാൻ ഒരു സെക്കൻഡ് നിൽക്കില്ല. മുതുകുവേദനയ്ക്ക് മരുന്ന് തരാൻ മറക്കണ്ട.